ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച കേരളത്തിലെത്തും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. തിങ്കളാഴ്ച കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും അദ്ദേഹം കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കേരളപ്പിറവിയോടനുബന്ധിച്ച് ഇന്ന് ചേർന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾക്ക് ആധികാരികത ഇല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് 20,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് ട്രെയിനിന് വൈക്കം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ ഈ മാസം 7-ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളീയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ നിലവിൽ വന്നു. അംഗങ്ങളായവരുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കൈമാറി. പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചു. സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റുകളുണ്ടാകും. സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളുടെ ഫ്ളാഗ് ഓഫ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ കല്ലയം ജംഗ്ഷനിൽ മന്ത്രി GR അനിൽ നിർവഹിച്ചു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മേളയുടെ സംഘാടക സമിതി യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ സാംസ്കാരിക നയവും സിനിമാ നയവും ഉടൻ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ക്ഷീരമേഖലയിലെ സമഗ്ര സർവേക്ക് മന്ത്രി J. ചിഞ്ചുറാണിയുടെ ഔദ്യോഗിക വസതിയിൽ തുടക്കം കുറിച്ചു. പാലുൽപാദനം, വിപണന രീതികൾ, പശുപരിപാലന രീതികൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. നവംബർ 10 മുതൽ ഡിസംബർ 10 വരെ തിരഞ്ഞെടുത്ത 756 വാർഡുകളിലാണ് സർവേ നടക്കുക. സാംസ്കാരിക മന്ത്രാലയവുമായി സഹകരിച്ച് പ്രസാർ ഭാരതി നാളെ മുതൽ 29 വരെ രാജ്യവ്യാപകമായി 67ാമത് ആകാശവാണി സംഗീത സമ്മേളനം നടത്തും. 24 കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പ്രസാർ ഭാരതി CEO ഗൗരവ് ദ്വിവേദ് പറഞ്ഞു. 2 തവണ ഗ്രാൻഡ് സ്ലാം ജേതാവായ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ട് നീണ്ട കരിയറിന് വിരാമമിട്ട വിവരം സമൂഹമാധ്യമ പോസ്റ്റിലൂടെയാണ് ബൊപ്പണ്ണ അറിയിച്ചത്. ഇക്കഴിഞ്ഞ പാരീസ് മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റിലാണ് അദ്ദേഹം അവസാനമായി മത്സരിച്ചത്. 2017 ഗബ്രിയേല ഡാബ്രോവിസ്കിക്കൊപ്പം ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടം ഉയർത്തിയതായിരുന്നു ബൊപ്പണ്ണയുടെ കരിയറിലെ വഴിത്തിരിവ്. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3-ന് മുംബൈയിലാണ് മത്സരം. സെമിയിൽ ഓസീസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ശേഷവും രാജ്യത്തെ മൊത്തം GST വരുമാനത്തിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരവ് 4.6% വർദ്ധിച്ച് 1.95 ലക്ഷം കോടി രൂപയിലധികമായി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൊത്തം GST വരുമാനം 1.42 ലക്ഷം കോടി രൂപയായിരുന്നു. കേന്ദ്ര GST കളക്ഷൻ 36,547 കോടി രൂപയും സംസ്ഥാന GST 45,134 കോടി രൂപയുമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-ന് ബെല്ലേറിവിലാണ് മത്സരം. പരമ്പരയിൽ ഓസീസ് 1-0 മുന്നിലാണ്. സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണെന്ന് മന്ത്രി P. പ്രസാദ്. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടും നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ചില മില്ലുടമകൾ തയ്യാറായിട്ടില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. പരുമല പള്ളിപ്പെരുന്നാളിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്കിനും ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകൾക്കും പ്രാദേശികാവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല. H-1B വിസ ഫീസ് $1 ലക്ഷം വർദ്ധിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സെപ്റ്റംബർ 19 പ്രഖ്യാപനം പുനഃപരിശോധിക്കണമെന്ന് US നിയമനിർമ്മാണ സഭാംഗങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.